ഹലോ ഗൈസ്, 𝕧𝕚𝕕𝕝𝕝 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രോമൊക്കെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഇതേപോലത്തെ ഫുള്ള് ആഡുകൾ നിറഞ്ഞ ഒരു സൈറ്റായിട്ടായിരിക്കും നമ്മുടെ ഇതിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു സൈറ്റ്, ഈ ഒരു ഹോം പേജ് ആക്ച്വലി നിങ്ങളൊരു വെബ് അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും വേറൊരു വെബ് അഡ്രസ്സാണ് വന്നേക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറേ പോപ്പപ്പ് മെസ്സേജസ് ഒക്കെ വരുന്നത് കാണാൻ കഴിയും. ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഒരുമാരപ്പെട്ട ഫോൺസിലൊക്കെ ഹോം പേജ് വേറൊരു ഇതായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റാനായിട്ട് ആദ്യം റൈറ്റ് മൂലക്ക 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാനായിട്ട് വരുന്നുണ്ട്. അത് താഴേക്ക് സ്വൈപ്പ് ചെയ്യുക, സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോയി പതുക്കെ താഴേക്ക് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോം പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആയി കിടക്കുന്ന കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ ഹോം പേജ് വേണമെന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യണം. ഈ ഹോം പേജ് ഡിസേബിൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്ന ഈ ഒരു പേജ് നമ്മൾ ക്ലോസ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ ക്രോമും ഫുള്ള് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ക്രോം ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ സാധാരണ വരുന്ന പോലെ തന്നെ ക്രോമിൻ്റെ ഒരു വെബ് പേജിലേക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ക്രോമിൻ്റെ ഒഫീഷ്യൽ വെബ് പേജ്. ഈ ഒരു ഹോം പേജ് അല്ലാതെ നിങ്ങൾക്ക് വേറെ കസ്റ്റം ഹോം പേജ് വല്ലതിലേക്കും പോകണം, തുടക്കത്തിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഹോം പേജിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ലിങ്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. ഫുള്ള് ക്ലിയർ ചെയ്ത് കളയാം. കളഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏതൊരു വെബിൻ്റെ ഹോം പേജ് ആണോ എടുക്കേണ്ടത് ആ ഒരു വെബിൻ്റെ ഹോം പേജ് അവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബിങ് എന്ന് പറഞ്ഞ ഇതിൻ്റെ സെർച്ച് പേജിൻ്റെ ഹോം പേജിലാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. ഈ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ബിങ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൻ്റെ ഹോം പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാനപ്പോൾ bing.com എന്ന് പറഞ്ഞുള്ളതിൻ്റെ ആ ഒരു ഇത് കോപ്പി ചെയ്തു, വെബ് പേജ് കോപ്പി ചെയ്തു. നമ്മൾ ക്ലിയർ ചെയ്ത് ന്യൂ ടാബ് എടുത്തു. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നമ്മുടെ ഹോം പേജ് ഓൺ ആക്കിയിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ആ ഒരു വെബ് അഡ്രസ്സ് അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് ബാക്ക് അടിച്ചു, ഒന്നുകൂടി കൺഫേം ചെയ്തു നമ്മുടെ ഒരു വെബ് പേജ് അത് തന്നെയല്ലേ എന്ന്. വീണ്ടും തിരിച്ച് നമ്മളെ ഒരു ആപ്പിലേക്ക് വരികയാണ്. ക്ലോസ് ചെയ്തു, ന്യൂ ടാബ്. വീണ്ടും ഓപ്പൺ ആയി കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഓപ്പൺ ആയി വരുന്നത് നമ്മുടെ ബിങ്ങിൻ്റെ ഒരു ഹോം പേജാണ്. ഇതുപോലെ നമ്മൾ ക്രോം ഓപ്പൺ ആക്കുമ്പോൾ ഓൺ ദി സ്പോട്ട് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഏതൊരു സൈറ്റ് വേണമെങ്കിലും ഇതൊരു തുടക്കത്തിൽ തന്നുള്ള ഒരു സെർച്ച് എഞ്ചിൻ തന്നെ ആവണമെന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഒരു ഇത് വേണമെങ്കിലും ഞാനിപ്പോൾ ഒന്നുകൂടി യാഹൂ കൂടി ജസ്റ്റ് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഈ യാഹൂടെ സെർച്ചിൻ്റെ ഇത്. സെർച്ച് യാഹൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. നമുക്കപ്പോൾ ഈ ഒരു സെർച്ച് യാഹൂടെ ഈ ഒരു ഇത് കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഹോം പേജ് ബിങ് റിപ്ലേസ് ചെയ്യാം, കൊണ്ടുവരാം, പേസ്റ്റ് ചെയ്യാം, ബാക്ക് അടിക്കാം, റീസെൻറ്റ് ക്ലിയർ ചെയ്യാം. ആൻഡ് അഗെയിൻ ക്രോം ഓപ്പൺ ആയി കഴിയുമ്പോൾ യാഹൂടെ ആ ഒരു സൈറ്റിലേക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഫുൾ ന്യൂ ടാബ് കളഞ്ഞു വീണ്ടും യാഹൂടെ സൈറ്റിലേക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള കേസ് ഈ ഒരു ചെറിയൊരു സാധനം കാണിച്ചു തരാനായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോം പേജും വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നു, ഒന്നുകൂടി കാണിച്ചു തരാം. സെറ്റിങ്സിലേക്ക് പോകാം. ഹോം പേജ് ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഡിസേബിൾ ചെയ്തിട്ട് കഴിയുമ്പോൾ നമ്മുടെ ക്രോമിൻ്റെ ബേസിക് ഹോം പേജിലേക്കായിരിക്കും വരുന്നത്. ഈ ഒരു ഹോം പേജ് ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത്. എപ്പോൾ കയറി വന്നാലും ക്രോമിൻ്റെ ഈ ഒരു ഹോം പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.